പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ കാത്തുനിന്ന സ്ത്രീയോട് ലൈംഗിക അതിക്രമം. 50-കാരിയോടാണ് ലൈംഗികമായ അതിക്രമം നടത്തിയത്. ചോദ്യം ചെയ്തതോടെ അക്രമി ഓടി രക്ഷപ്പെട്ടു. ആശുപത്രിയിൽ OP ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ സുരക്ഷയില്ലെന്നും അതിക്രമത്തിനിരയായ സ്ത്രീ പറയുന്നു. മോനെയും കൊണ്ട് ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ വന്നതാണ്. അപ്പോൾ ഓർത്തോ ഡോക്ടറെ കാണാനാണ് വന്ന് ഞങ്ങൾ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന് ഏകദേശം ഡോക്ടറെ അടുത്ത് എത്താറാകുന്ന സമയമായപ്പോൾ ഒരാളെൻ്റെ പുറകിൽ നിന്ന് വേണ്ടത്തെ ദിനം കാണിച്ചു. എൻ്റെ ഡ്രസ്സിൻ്റെ പുറകെല്ലാം നനഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ പുള്ളിയെ പേപ്പർ കൊണ്ട് പുള്ളിയുടെ ഫ്രണ്ട് പുള്ളി മറച്ചേക്കുന്നു. ഞാൻ തട്ടി മാറ്റി നോക്കിയപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. ഞാൻ അയാൾക്ക് ഒരു അടി കൊടുത്ത് അവൻ ഓടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ആളിനെ കണ്ടാൽ എനിക്കറിയാം, എപ്പോൾ കണ്ടാലും എനിക്കറിയാം. ഇവിടെ നല്ല ചന്ത എന്താ വെറും കച്ചടയാണ് ആ ഡോക്ടറെ കാണാൻ കയറുന്ന ഭാഗം. 4 നിരയായിട്ട് ആളുകളാണും പെണ്ണും കൂടി തിങ്ങി നിൽക്കുകയാണ്. ഒരാടെ ശ്വാസം നമ്മുടെ മുഖത്തോട്ടടിക്കും. അതുപോലെയാണ് ഡോക്ടറെ കാണാൻ വന്നതാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഈ 50-51 വയസ്സിൽ ആദ്യമായിട്ട് എനിക്ക് ഇതൊരു അനുഭവം വന്നത്. പക്ഷെ നമ്മുടെ വീണ ജോർജ് ഉള്ളപ്പോൾ ഇതിങ്ങനെ ഒരു കാര്യമേ ഇല്ലായിരുന്നു ഇവിടെ. അതാണ് സുജു ടി ബാബു, അത്ര വലിയൊരു അതിക്രമം പരസ്യമായി നടത്തണമെങ്കിൽ നോക്കൂ, അവിടെ ആശുപത്രിയിലെ സുരക്ഷയുടെ ഗുരുതരമായ വീഴ്ചയാണ്. തീർച്ചയായിട്ടും അജിംഷാദ്, നമ്മൾ 2 പ്രതികരണം കൊടുത്തിരുന്നു. രണ്ടാമത്തെ ഈ ദൃക്സാക്ഷിയായി മറ്റൊരു യുവതിയും പ്രതികരിക്കുന്നുണ്ട്. ഇരുവരും പറഞ്ഞൊരു കാര്യമുണ്ട്, മതിയായ സെക്യൂരിറ്റി ജീവനക്കാർ ഈ OP കൗണ്ടറിൽ ഇല്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ത്രീ ഇന്ന് പകൽ OP കൗണ്ടറിൽ നിൽക്കുമ്പോൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സുരക്ഷാ വീഴ്ച അറിയാം. എന്തായാലും മനോവൈകല്യമുള്ള ആരോ ആണ് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തെന്നാണ് സംശയിക്കുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ സ്വമേധ കേസെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്ത്രീ പോലീസിന് പരാതി നൽകിയിട്ടില്ല. എന്നാൽ സ്ത്രീ ഉയർത്തുന്ന ഈ ലൈംഗിക അതിക്രമത്തിനോടൊപ്പം തന്നെ അവർ ഉയർത്തിയ മറ്റു പല വിഷയങ്ങളുമുണ്ട്. ആശുപത്രിയിലെ സൗകര്യങ്ങൾ, അതായത് ആളുകൾ ഒരാളുടെ ശ്വാസം മറ്റൊരാളുടെ ദേഹത്ത് മുട്ടുന്ന പോലെ അടുപ്പത്തിൽ നിൽക്കേണ്ട ഒരു ഗതികേട്. അവിടെയാണ് ഈ സ്ത്രീ OP ടിക്കറ്റിനായി ക്യൂ നിന്നപ്പോൾ തൊട്ട് പിന്നിൽ നിന്ന ആളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു അതിക്രമം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ആ ഘട്ടത്തിൽ ആ സ്ത്രീ ഈ കാര്യം പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ മറ്റ് സ്ത്രീകളും ഇതിൽ പിന്തുണ നൽകുമ്പോൾ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനും പോലും ഇയാളെ തടയാനോ പിടിക്കാനോ ഉണ്ടായിട്ടില്ല എന്നതാണ് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, CCTV ഇല്ലെന്നാണ് ആ സ്ത്രീ പറയുന്നത്. എന്നാൽ ആ കാര്യത്തിൽ സൂപ്രണ്ടാണ് ആ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്. CCTV ദൃശ്യങ്ങളുണ്ടോ? എന്തായാലും ജിംഷാദ്, 2 സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന് വളരെ ഗൗരവമുള്ളതും പ്രധാനപ്പെട്ടതും, ഒരു സ്ത്രീക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടുണ്ട്. ആ കുറ്റവാളി തീർച്ചയായും സുജു ടി ബാബുവാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.